കർമ്മേലിന്റെ നെറുകയിൽ യാഗപീഠം പണിത് ഇസബേലിന്റെ ശക്തികളെ വെല്ലുവിളിക്കുന്നതിന് മുൻപ് ഏലിയാവ് ഉപ്പ് വിതറിയോ? സുവിശേഷ യോഗം നടത്തുന്ന സ്ഥലത്ത് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയുണ്ടെന്ന് കേൾക്കുന്നു. ഇത് കേട്ടപ്പോൾ പെന്തക്കോസ്തുകാർ ഇത്രയ്ക്ക് അന്ധവിശ്വാസികളോ എന്ന് തോന്നിപ്പോകുന്നു. ബാലിന്റെ പ്രവാചകന്മാരെ കർമ്മേലിൽ തകർക്കുവാൻ ഏലിയാവ് ചെയ്തത് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതെടുത്ത് അതിനുശേഷം ഉറച്ച ഒരു പ്രാർത്ഥന. അത് എന്താണ്? ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്നും താൻ ആ ദൈവത്തിന്റെ ദാസനാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഗദരദേശത്ത് ചെല്ലുന്നതിന് മുൻപ് അവിടെ ഉപ്പ് വിതറിയോ? മറിച്ച് ലഗ്യോൻ ബാധിച്ചവൻ പറയുന്നത് സമയത്തിന് മുൻപ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ അങ്ങ് വന്നുവോ എന്നാണ്. ഉപ്പ് വിതറിയാൽ പിശാചിന്റെ ശക്തികൾ അകന്നു നിൽക്കുന്നു എങ്കിൽ ക്രിസ്തീയ ജീവിതം എത്ര എളുപ്പം. പൗലോസിന്റെ വാക്കുകൾ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? പ്രിയരെ, ഭക്തിയുടെ വേഷം ധരിച്ചെത്തുന്ന കപട ഉപദേശകന്മാരുടെ കാപട്യത്തിൽ വീണു പോകാതെ സത്യവചനത്തെ യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരിക എന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം.